ഹായ് ഗൈസ്, കാറ്റത്തെ കിളിക്കൂട് പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഒരുവിധം സുനന്ദ മുത്തശ്ശിക്ക് ടിവിയൊക്കെ വെച്ചു കൊടുത്ത് ബാഗ് എടുത്ത് പിന്നിലൂടെ നടന്നു വന്നതും മുന്നിൽ അതാ നിൽക്കുന്നു സാക്ഷാൽ അമ്മ. എന്തു ചെയ്യണമെന്നറിയാതെ സുനന്ദ കാണാത്ത ഭാവത്തിൽ നടന്നു തുടങ്ങി. ലീല വിടുമോ? എന്താടി നീ എന്നെ കണ്ടിട്ട് കാണാത്തുപോലെ പോകുന്നത്? ഇപ്പോഴെന്താ അമ്പലത്തില്? ബാഗിലെന്താ എന്നൊക്കെ ചോദിച്ച് ബാഗും തട്ടിപ്പറിച്ച് സുനന്ദയെ വിളിച്ച് റൂമിൽ കൊണ്ടുവന്ന് വാതിലടച്ച് കുറ്റിയിട്ടു. നീ ഈ സർട്ടിഫിക്കറ്റ്സുമായി എവിടെ പോകാനിരുന്നാടി എന്ന് ചോദിച്ചപ്പോൾ സുനന്ദ എനിക്ക് സുഭാഷേട്ടനെ കാണണം എന്ന് പറയുന്നു. അത് കേട്ടതും കൊടുത്തു ഒന്ന് ചെകിടത്ത്. ആരെ കാണണം എന്ന് രണ്ടാമതും ചോദിച്ചപ്പോൾ സുനന്ദ വീണ്ടും അത് തന്നെ പറയുന്നു. എനിക്ക് സുഭാഷേട്ടനെ കാണണമെന്ന് വീണ്ടും പറഞ്ഞ സുനന്ദയ്ക്ക് ഒന്നുകൂടി കിട്ടി. ഇതൊക്കെ കണ്ട് ഓടി സീരിയല് കണ്ടുകൊണ്ടിരുന്ന മുത്തശ്ശിയും ഓടി വന്നു. എൻ്റെ മനസ്സ് മുഴുവൻ സുഭാഷേട്ടനാ. മനസ്സിൽ ഒരാളെ വെച്ച് എങ്ങനെയാ വേറൊരാളെ വിവാഹം കഴിക്കും എന്ന് ചോദിക്കുന്നുണ്ട് സുനന്ദ. ഇവിടെ അമ്പലത്തിലാണെങ്കിൽ സുനന്ദയെ കാണാതെ എല്ലാവരും വിഷമിച്ചിരിക്കുന്നു. നികേഷ് പറയുന്നത് സുഭാഷേട്ടനെ ഇഷ്ടമൊക്കെ തന്നെയാ. ഏട്ടത്തിയോട്ട് കല്യാണത്തിന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുമുണ്ടാകും. അമ്മായി ഒന്ന് തറപ്പിച്ചു നോക്കിയപ്പോൾ അവിടെ തന്നെ ഇരുന്ന് കാണും സുനന്ദേച്ചി എന്ന് പറയുന്നു. നിധി ആകെ വല്ലാതായി. സുനന്ദയുടെ വാക്കു വിശ്വസിച്ച് സുഭാഷേട്ടനെയും വേഷം കെട്ടിച്ച് അമ്പലം വരെ എത്തിക്കുകയും ചെയ്തു. ഇനി എന്തു ചെയ്യുമെന്നായി നിധി. അവസാനം ലീലമ്മായി 19ാമത്തെ അടവെടുത്തു. കരഞ്ഞ് സുനന്ദയുടെ കാല് പിടിച്ച് പറയുന്നത്, നിനക്ക് അവനെ ഇഷ്ടമായിരിക്കും, കല്യാണം കഴിക്കണമെന്ന് തോന്നിയിട്ടും ഉണ്ടാവും. പക്ഷേ ആ വീട്ടിൽ നിനക്ക് ജീവിക്കാനാവില്ല മോളെ. ഒരു മൂച്ചിന് തെറ്റായ തീരുമാനം എടുക്കല്ലേ മോളെ. ഭാവിയെപ്പറ്റി ചിന്തിക്കേ എന്ന് കരഞ്ഞു പറയുന്നുണ്ട് ലീല. സുനന്ദയും കരഞ്ഞു മെഴുകി ആകെ വല്ലാതായി. വീണ്ടും അമ്പലത്തിൽ എല്ലാവരും സുഭാഷിന്റെ അടുത്ത് വന്ന് നിൽക്കുന്നു. അന്നേരം സുഭാഷ് പറയുന്നത്, ആരുമായി കല്യാണം കഴിക്കണമെന്ന് നമ്മളല്ല നിശ്ചയിക്കുന്നത് മോളെ. ഈ കാര്യത്തിൽ ഈശ്വരന്റെ നിശ്ചയത്തിന് എതിരായും നമ്മൾ തീരുമാനിച്ചതും പ്രവർത്തിച്ചതും ഒക്കെ വേണ്ടായിരുന്നു എന്ന് പറയുന്നു. എന്തു വേണമെന്നറിയാതെ വിഷമത്തോടെ എല്ലാവരും നിൽക്കുന്നതാണ് പ്രമോവായി കാണിച്ചത്. പ്രമോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡിന്റെ പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.